ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്രമാറ്റിലെ പുത്തൻ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെയാണ് ആദർശാണെന്നുണ്ടെങ്കിൽ അമ്മയോട് കടയിലേക്ക് ഡിസൈനറായിട്ട് നയനയെ ജോലിക്ക് സമ്മതം വാങ്ങിപ്പിച്ചിട്ടുണ്ടാവൻ. നയനയാണെന്നുണ്ടെങ്കിൽ വളരെയധികം സങ്കടത്തിലാണ്. കാരണം അവിടെ പൈസ കൊണ്ടുപോയി കൊടുത്തപ്പോൾ 6 മാസത്തിനുള്ളിൽ വീട്ടിലെ കടങ്ങളൊക്കെ തീർത്ത് തരാമെന്ന് അവരോട് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് അവൾക്കത് വീട്ടാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ദേവയാനിയുടെ വർത്താനൊക്കെ കേട്ടോടുകൂടി അവൾ ഇനി ഡിസൈൻ ചെയ്ത പൈസ 1 രൂപ പോലും വാങ്ങില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യും വീട്ടുകാരുടെ കടം തീർക്കാനായിട്ട് എന്നങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ അവൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവളെ പണ്ടത്തെ കോൺടാക്റ്റുകളൊക്കെ നമ്പറുകളൊക്കെ ഫോണിലുണ്ട്. അപ്പോൾ അവൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് ഉണ്ടാക്കാനായിട്ട് ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ അവൾ നേരിട്ടിട്ട് അങ്ങോട്ട് വിളിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഓർഡേഴ്സൊക്കെ ഞങ്ങൾ വേറെ ആൾക്കാർക്ക് കൊടുത്തു തുടങ്ങി, നയനില്ലാത്തത് കൊണ്ട് ഞങ്ങളിപ്പോൾ ബിസിനസ് അവിടെ തരുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇനി നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നെ തരണമേ എന്നൊക്കെ നമ്മുടെ നയൻ അവരോട് പറയുന്നുണ്ട്. അങ്ങനെ 2-3 പേരെ വിളിക്കുമ്പോഴും ഇവരെല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്, ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് ഇത് ഏൽപ്പിച്ച് കഴിഞ്ഞു, ഇനി വർക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് വെക്കുന്നത്. അങ്ങനെ ഈ 2-3 പേരൊക്കെ എടുത്ത് സംസാരിച്ച് കഴിഞ്ഞ ശേഷം നയനാണെങ്കിൽ ആകെ വിഷമത്തിലാണ്. ഇനി എങ്ങനെ എൻ്റെ അച്ഛനമ്മേനെയും സഹായിക്കും അവർ? ഞാൻ പറഞ്ഞ വാക്കിൻ്റെ പുറത്താണ് ഇപ്പോൾ സമാധാനമായിട്ട് ഉറങ്ങുന്നത്. അവരെ കഷ്ടപ്പാട് ഇനി ഞാൻ എങ്ങനെ തീർത്തു കൊടുക്കും? ആകെ ഉണ്ടായിരുന്നൊരു വഴിയായിരുന്നു, അതിപ്പോൾ ആകെ മുട്ടിക്കെടുക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാമെന്നുള്ളൊരു വിഷമത്തിലാണ് നയന ഇരിക്കുന്നത്. ആ സമയം ആദർശ് വളരെ സന്തോഷത്തിൽ നയനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നോട് എനിക്കൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്, ഒരു സന്തോഷ വാർത്ത നിന്നോട് പറയട്ടെ എന്ന് പറയണം. അപ്പോൾ നയന വലിയ സന്തോഷമൊന്നുമില്ലാണ്ട് എന്താ കേൾക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിനക്ക് ഓഫർ ലെറ്റർ തരാനായിട്ട് അമ്മ സമ്മതിച്ചായിരുന്നു, നാളെ തൊട്ട് നീ ഓഫീസിലേക്ക് വരാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്തോളാൻ പറയുന്നുണ്ട്. അമ്മയ്ക്ക് പൂർണ്ണമായിട്ടുള്ള സമ്മതമാണ് നിനക്ക് മൂർത്തീസിൽ ജോലി ചെയ്യാനായിട്ട് എന്ന് ആദർശ് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ഇവൾ വലിയ സന്തോഷത്തിലൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നിൻ്റെ മുഖത്ത് അത്ര വലിയ സന്തോഷമൊന്നുമില്ലല്ലോ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് നയന പറയുന്നുണ്ട്, അമ്മ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ആദർശേട്ടൻ എന്ത് ചെയ്യായിരുന്നു? എന്നോട് ഈ കാര്യം പറയില്ലായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ്, നീ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്ന് പറയുകയാണ്. വേണ്ട ആദർശേട്ടാ, ഞാൻ എന്തായാലും ആ ജോലിക്ക് വരുന്നില്ല. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ പേരിൽ വേറൊരു വർത്താനം കേൾക്കേണ്ടി വരും. ഞാൻ ഇനി വേണമെന്നുണ്ടെങ്കിൽ വർക്കൊക്കെ ചെയ്തു തരാം, പക്ഷേ എനിക്ക് 1 രൂപ പോലും തരണ്ട. ഇന്ന് ശരിയെന്ന് തോന്നിയിട്ട് ആദർശേട്ടൻ്റെ അമ്മ എന്നോട് ജോലിക്ക് പൊക്കോളാൻ പറഞ്ഞിട്ട് പിന്നീട് അത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വേറൊരു വർത്താനത്തിന് ഇടയാക്കും. അതുകൊണ്ട് വേണ്ട. എൻ്റെ വീട്ടിൽ കുറേ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇനി ഞാൻ അവിടെ ജോലിക്ക് പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടുപോയി എൻ്റെ വീട്ടിലേക്ക് കൊടുത്താലും അവസാനം പറയുകയുണ്ടാവുക ഈ വീട്ടിൽ നിന്നും പൈസ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളൊരു വാക്കാണ്. അതുകൊണ്ട് എനിക്കത് കേൾക്കാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ആദർശേട്ടൻ തന്ന ഈ ഒരു ഓഫർ ലെറ്റർ ഞാൻ നിരസിക്കുകയാണ്. ഞാൻ ആരൊക്കെ പറഞ്ഞാലും ജോലിക്ക് വരാനായിട്ട് തയ്യാറല്ല എന്ന് നയന പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ആദർശ് പറയുന്നുണ്ട്, നിന്നോട് അമ്മ സമ്മതിച്ചല്ലേ, പിന്നെ നീ എന്താ ഇതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? നിനക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ഗോൾഡൻ ചാൻസാണ് നിൻ്റെ വീട്ടുകാരെ സഹായിക്കാനായിട്ട് എന്ന് ആദർശ് പറയുന്നുണ്ട്. എന്നിട്ട് നയന പറയുന്നുണ്ട്, ഇനി എന്നെ കൂടുതലായിട്ട് ഇതിൽ നിർബന്ധിക്കേണ്ട, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവിടേക്ക് ജോലി ചെയ്യാനായിട്ട് വരാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്ന് നയന പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആദർശനാണെന്നുണ്ടെങ്കിൽ വളരെയധികം വിഷമമാണ്. ഇവളെ മനസ്സിൽ അമ്മ പറഞ്ഞ കാര്യങ്ങൾ അത്രയധികം തട്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി ഇവൾ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നുള്ളൊരു വിഷമത്തിലാണ് ആദർശം നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്ന നവ്യാണെന്നുണ്ടെങ്കിൽ റൂമിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ഇന്ന് നമ്മുടെ നയനയുടെ തലയിൽ ഇട്ട് വെച്ചിട്ട് ഞാൻ രക്ഷപ്പെട്ടു, എന്നും ഇതേപോലെ ഒന്നും പറ്റില്ലല്ലോ, എന്തെങ്കിലും പിടിക്കപ്പെടും. അത് മാത്രമല്ല ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും എന്നൊരു സംശയമായിട്ടുണ്ട്, ഞാൻ ഗർഭിണി തന്നെയാണോ എന്നുള്ളൊരു സംശയത്തിലാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല ഇനി എൻ്റെ വയറ് വലുതാകുന്നുണ്ടോ എന്നും കൂടി എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇനി അടുത്ത് തന്നെ ചിലപ്പോൾ വയറ്റിൽ തുണിയൊക്കെ വെച്ച് കെട്ടി നടക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ മറിച്ച് ഞാൻ എന്തായാലും ഈ പറഞ്ഞ നുണ സത്യമാവണം, ഞാൻ പ്രഗ്നൻ്റ് ആവണം അബിയിൽ നിന്നും എന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് ആലോചിക്കുന്നുണ്ട്, നവ്യേ, ഇത്ര നാളും അവൻ്റെ കൂടെ ഉണ്ടായിട്ട് നിനക്ക് ഈ ഒരു കാര്യം സാധിച്ചെടുക്കാനായിട്ട് നിന്നെക്കൊണ്ട് സാധിച്ചില്ലല്ലോ എന്ന് നവ്യനെ തന്നെ പഴി പറയുകയാണ്. ഇതെങ്ങനെയെങ്കിലും സത്യമാക്കണമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അബി കള്ളൊക്കെ കുടിച്ച് ഫിറ്റായിട്ട് അവിടേക്ക് ചെല്ലുന്നത്. വന്നിട്ട് നവ്യയോട് വളരെയധികം സ്നേഹത്തിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഓ മൈ ഡാർലിങ്, നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്, നീ എൻ്റെ മനസ്സിലുള്ള പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. എന്ത് പറ്റി അബി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വെച്ചപ്പോൾ, ഞാൻ എൻ്റെ കണ്ണുണ്ട് നീ ചെയ്ത കാര്യം കണ്ടു എന്ന് പറയുകയാണ്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, എന്താണ് അബി കണ്ടതെന്ന്? നീ നിൻ്റെ അനിയത്തിക്കിട്ട് പണി കൊടുക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ പറയുന്നുണ്ട്, നീ ദേവയാനി കേൾക്കുന്ന രീതിയിൽ നയനെ
നയനെ പറ്റിയിട്ട് പറഞ്ഞതും ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ നീയാണെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് അബി പറയുന്നുണ്ട്. അത് ഞാൻ എൻ്റെ കണ്ണാലെ കാണുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ നവ്യ പറയുന്നുണ്ട് അതൊക്കെ അബി ഒരു തോന്നലായിരിക്കും എന്ന് പറയണം. എൻ്റെ തോന്നലൊന്നല്ല, അത് സത്യം തന്നെയാണെന്ന് അബി പറയുന്നുണ്ട്. എൻ്റെ നവ്യമോൾക്ക് ഇതിനൊരു പാരിതോഷികമായിട്ട് എന്താണ് തരേണ്ടത്? ഇത്രയും നാളെ നീ നയനയ്ക്ക് കൊടുത്തതിൽ വെച്ചാൽ ഉഗ്രം പണി തന്നെയാണ് നീ ഇപ്രാവശ്യം കൊടുത്തതെന്ന് പറയുകയാണ്. നിനക്കെന്താ വേണ്ടേ നീ പറ എന്ന് അബി നവ്യോട് ചോദിക്കുന്നുണ്ട്. അപ്പം നവ്യ പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട അബി നീ ഇതേപോലെ എന്നോട് സ്നേഹത്തിൽ പെരുമാറിയാൽ മതി, എന്നെ ഒന്ന് സ്നേഹിച്ചാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ അബിയാണെന്നുണ്ടെങ്കിൽ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ അബിയെ ആണെന്നുണ്ടെങ്കിൽ അവളിങ്ങനെ ബെഡിലേക്ക് തട്ടിയിടുന്നുണ്ട്. എന്നാൽ അബിയാണെന്നുണ്ടെങ്കിൽ നവ്യയുടെ പ്രകടനത്തിലൊക്കെ മയങ്ങി പോയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ നവ്യയാണെന്നുണ്ടെങ്കിൽ അബിയുടെ മേലേക്ക് കയറിക്കെടുക്കുന്നുണ്ട്. അതോടുകൂടി ലൈറ്റ് ഒക്കെ ഓഫ് ആവുകയാണ്. അങ്ങനെ നമ്മുടെ നവ്യ വിചാരിച്ച കാര്യം അതോടുകൂടി സാധിച്ചെടുക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നയന വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജോലി വേണ്ടെന്നൊക്കെ ഞാൻ ആദർശേട്ടനോട് പറഞ്ഞു, പക്ഷേ എൻ്റെ വീട്ടുകാരെ രക്ഷിക്കാനായിട്ട് ഞാനിനിയിപ്പോൾ എന്ത് ചെയ്യും? ഇതേപോലെ ജോലി വേണ്ടെന്ന് വെച്ചത് ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നു, മുന്നിൽ വന്നിരുന്ന ഏറ്റവും വലിയൊരു വഴിയായിരുന്നു. പക്ഷേ ഇനി അത് സാധിക്കില്ല, അതിന് പകരം ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അവൾ വീണ്ടും ഫോണിൽ കോൺടാക്റ്റുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു കൃഷ്ണമൂർത്തി എന്നുള്ള ഒരാളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അയാളെ വിളിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ മുമ്പത്തെ ഒരു കസ്റ്റമർ ആയിരുന്നു. അപ്പോൾ ചോദിക്കുന്നുണ്ട് ഓർഡേഴ്സൊക്കെ ഇപ്പോൾ എവിടെയാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരുന്നു, അച്ഛനെ കണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നയനില്ലാത്തതുകൊണ്ട് ഇത്ര വലിയ ഓർഡറൊന്നും ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഓർഡർ വേറെ എവിടേക്ക് കൊടുക്കണ്ടേ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട് വേറെ എവിടെയും കൊടുത്തില്ലല്ലോ, ഞങ്ങൾക്ക് തന്നെ ആ ഓർഡർ തരണമെന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്, നയന ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അതെന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും നാളെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് അത് വർക്കുകളൊക്കെ ചെയ്ത് തരാമെന്ന് അയാളോട് പറയുകയാണ്. അയാൾക്കും വളരെയധികം സന്തോഷമാവുന്നുണ്ട് നയന ഈ വർക്ക് ഏറ്റെടുത്തതിൽ. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അബിയും നവ്യയും കൂടി കിടന്നുറങ്ങുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം കുടിച്ചിലൊക്കെ കേട്ട് അബിക്ക് ഒന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. അബി നോക്കുമ്പോൾ അബിയുടെ നെഞ്ചത്തായിട്ട് നവ്യ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അവൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ നടന്നത്, എന്താണ് സംഭവിച്ചത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് അബി പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് എന്ത് മനസ്സിലായില്ലെന്ന്, എന്താ നീ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്താ അബി നീ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഒരു ഭാര്യയും ഭർത്താവും എന്താണ് അതൊക്കെ തന്നെ നമ്മൾ നടന്നിട്ടുള്ളൂ എന്ന് നമ്മുടെ നവ്യ പറയുന്നുണ്ട്. അങ്ങനെ അബിയാണെന്നുണ്ടെങ്കിൽ തലയ്ക്ക് കൈ വെച്ചിട്ട് മനസ്സിലാലോചിക്കുന്നുണ്ട് അമ്മ എന്ത് കാര്യമാണോ എന്നോട് പറഞ്ഞത് ആ കാര്യം തന്നെ സംബന്ധിച്ചല്ലോ, അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നുള്ളൊരു തീരുമാനത്തിലിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നടന്നത് മോശമായി പോയല്ലോ എന്ന് അബി ആലോചിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് ഷർട്ട് എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് വീണ്ടും ഷർട്ട് എടുക്കാനായിട്ട് വന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നത്. ആ സമയം മനസ്സിലാലോചിക്കുന്നുണ്ട് നവ്യ എന്താണോ ഞാൻ വിചാരിച്ചത് അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു, ഇനി എത്രയും പെട്ടെന്ന് തന്നെ പ്രഗ്നൻ്റ് ഒന്ന് ആയി കിട്ടിയാൽ മതിയായിരുന്നു, ഈ പറഞ്ഞ സത്യം ആയാൽ മതിയായിരുന്നു, ഇത്ര നാളെന്നാണ് പറഞ്ഞത് സത്യമാക്കി മാറ്റാനായിട്ടുള്ള സമയമായിരിക്കുന്നു എന്ന് നവ്യ മനസ്സിലാലോചിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് റെഡിയായിട്ട് ആദർശിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആദർശ് എന്നോട് പറയുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നോട് ദേഷ്യം തോന്നരുത്, അതേപോലെ എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ നയന പറയുന്നുണ്ട് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകണമായിരുന്നു, ഞാൻ എൻ്റെ വീട്ടിലെ അച്ഛൻ്റെ കൂടെ ചെന്നിട്ട് ഞങ്ങളുടെ കടയിൽ ജോലി ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് ആദർശിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്നിട്ട് അബിയും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ വീട്ടിൽ പോയിട്ട് അവിടെ ജോലി ചെയ്യുന്നത്, നിനക്കല്ലേ നല്ലൊരു ജോലി തന്നെയെന്ന് പറയുന്നത്. നയന പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആ ജോലിക്ക് വരാനായിട്ട് തയ്യാറല്ല, പിന്നെ എന്തായാലും ഞാൻ ഇവിടെ നിന്നും ₹1 പോലും എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവരെ കഷ്ടപ്പാട് തീർക്കാനായിട്ട് ഞാൻ നിൽക്കുന്നില്ല, എന്നെക്കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് പ്രതിമ ഉണ്ടാക്കാനായിട്ട് അവരെ സഹായിച്ചോട്ടെ എന്ന് ആദർശിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നിനക്ക് അതിനല്ലടി നല്ലൊരു ജോബ് ഓഫർ ഞാൻ നിനക്ക് തന്നത്, ആ ചെറിയ കടയിൽ നീ ഇങ്ങനെ പോയി കഷ്ടപ്പെടേണ്ട എന്ത് കാര്യമാണിത്, നിൻ്റെ വീട്ടുകാരെ സഹായിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണെന്നുള്ളൊരു കാര്യം കൂടി ആദർശ് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് അഭി മനസ്സിലായിരിക്കുന്നുണ്ട് ഓഹോ അപ്പോൾ ജോബ് ഓഫറൊക്കെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അല്ലേ ഡിസൈനറായിട്ട് എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട് കാണുന്നവർക്ക് അതൊരു ചെറിയ കടയാവാം, പക്ഷേ എൻ്റെ വീട്ടിലെ എല്ലാവരെയും വളർത്തി വലുതാക്കി എടുത്തത് ആ കടയാണ്, ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ് ആ കടയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഞാൻ ആ കടയെ ചെറുതാക്കി പറഞ്ഞതല്ല, നീ ഇപ്പോൾ ഉള്ളത് എവിടെയാണ് ജോലി ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് എൻ്റെ കാര്യം തന്നെയാണ്, പക്ഷെ നിനക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഞാൻ നിനക്ക് നൽകിയത്, അതുകൊണ്ട് നിനക്ക് എന്താണെന്ന് വെച്ചാൽ നിനക്ക് തീരുമാനിക്കാം, നിൻ്റെ വീട്ടുകാരെ സഹായിക്കേണ്ട എന്നൊന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല എന്ന് ആദർശ് പറയുന്നുണ്ട്.
നയന ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പൊക്കോട്ടെ അച്ഛനെ സഹായിക്കാനായിട്ടെന്ന് പറഞ്ഞപ്പോൾ ആദർശ് ഓക്കെ എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയം നമ്മുടെ അഭിയാണെന്നുണ്ടെങ്കിൽ വേറൊരു പ്ലാനാണ് ഇടുന്നത്. ഇത്രയും വലിയ മൂർത്തിയുടെ ചിർമ്മകളായ നയന ഇതേപോലെ പ്രതിമ ഉണ്ടാക്കാനായിട്ട് കളിമണ്ണിൽ കിടന്ന് പെരളുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ആക്കിയിട്ട് വൈറലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാണക്കേടായിരിക്കും. അതാണ് അഭിയുടെ ആ ഒരു ലക്ഷ്യം. അതേപോലെ തന്നെ ഇത് വൈറലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേട് കൊണ്ട് അവർക്ക് തല ഉയർത്തി നടക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് അഭി ചിന്തിക്കുന്നത്. പിന്നീട് കാണിക്കുന്ന ഗോവിന്ദനും കനകയും നന്ദും കൂടി വിഷമിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഏറ്റവും വലിയൊരു ഓർഡർ ആയിരുന്നു ആ മൂർത്തിയുടേത്, പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ ഓർഡർ കൈവിട്ട് പോയിരുന്നു. അതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് തൽക്കാലം ആശ്വാസമായിരുന്നു എന്നൊക്കെ ഗോവിന്ദൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട് അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്നെ ചീത്ത പറയില്ലെങ്കിൽ എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ പഠിത്തം ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് ജോലിക്ക് ശ്രമിക്കാമെന്ന് പറയുന്നുണ്ട്. നീ ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കാതെ പഠിപ്പിനെ പറ്റി തന്നെ ചിന്തിക്കുക എന്ന് ഗോവിന്ദനും പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് നോക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് അവിടേക്ക് മൂർത്തി വരുന്നുണ്ട്. കൃഷ്ണമൂർത്തി വരുന്നത് കണ്ടിട്ട് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് എന്താണ് സാറേ വന്നത്, ഓർഡർ തരാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേ ഓർഡർ തിരിച്ച് നിങ്ങൾക്ക് തന്നെ തരാനാന്ന് പറയുമ്പോൾ ഗോവിന്ദന് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് ഇപ്പം തീർത്ത് തരാമെന്ന് ചോദിച്ചപ്പോൾ എന്താ ഗോവിന്ദ നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് എന്ന് പറയുകയാണ്. ആ സമയം വാതുക്കലായിട്ട് നമ്മുടെ നയന വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ് മോൾ ഇന്നലെ വിളിച്ചിരുന്നു, മോൾ വന്നിട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഓർഡറുമായിട്ട് വന്നത് എന്നുള്ളൊരു കാര്യം കൃഷ്ണമൂർത്തി പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദന് പറയുന്നുണ്ട് അതൊരിക്കലും ശരിയാവില്ല, അതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഓർഡർ തരണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ നയന വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞത്, ഞാൻ വന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് നീ എത്ര വലിയ വീട്ടിലാണ് താമസിക്കുന്നത്, അതേപോലെ പേരൊക്കെ ഉള്ളൊരു കുടുംബത്താണ് ജീവിക്കുന്നത്, അപ്പോൾ നീ അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ പ്രതിമ ഉണ്ടാക്കാൻ നിൽക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ കുടുംബത്തുള്ളവർക്ക് നാണക്കേടാണ്, അതേപോലെ അവർക്ക് ആകെ വിഷമമാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട് അതിന് എനിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല അച്ഛാ, എനിക്ക് എൻ്റെ വീട്ടുകാരെ സഹായിക്കാൻ പറ്റുന്നതിൽ പരം ഒരു സന്തോഷം വേറൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് അതൊന്നും ശരിയല്ല മോളെ, കല്യാണം കഴിച്ച് വീടിൻ്റെ ഒരു മാന്യതയ്ക്ക് അനുസരിച്ചിട്ട് വേണം മോളൊരു ജോലിക്ക് പോകാനായിട്ട്, ഇതിനൊന്നും വേണ്ട മോൾ നമ്മളെ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാനായിട്ട് നിൽക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ നയന ചോദിക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഞാൻ നവ്യരെ പോലെയാണെന്ന് വിചാരിച്ചോ, നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ട് എനിക്ക് നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല, അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാമെന്ന് കരുതിയപ്പോൾ നിങ്ങളെന്താണ് സമ്മതിക്കാത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് വേണ്ട മോളെ നീ ചെയ്യണ്ട, നീ പോവാൻ നോക്ക്, ഇതൊക്കെ ഞാൻ തന്നെ നോക്കിക്കൊണ്ട് കഷ്ടപ്പാടും ദുരിതമൊക്കെ മോള് തീർക്കാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് ഇവിടെ കഷ്ടപ്പാടും ദുരിതങ്ങളും വന്നുകൊണ്ടിരിക്കുകയുള്ളൂ, മോളെ കൊണ്ടെല്ലാം തന്നെ തീർക്കാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് മോള് പോക്കോളൂ എന്ന് ഗോവിന്ദൻ പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് നയന പറയുന്നുണ്ട് എന്താ വെച്ചാൽ ഞാനെന്താ ചെയ്താലായിട്ട്, ആൺപിള്ളേർ അവർ വീട്ടിലെ കുടുംബത്തെ കാര്യങ്ങളെല്ലാം അവർ തന്നെയല്ലേ തീർക്കുന്നത് കല്യാണ ശേഷവും, അതുപോലെ തന്നെയാണ് പെൺകുട്ടികളും അവർക്കും ഇതേപോലെ അവർ വീട്ടിലെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ വന്ന് അവർക്കും അത് തീർത്തു കൊടുക്കാനുള്ളൊരു ബാധ്യതയൊക്കെ ഉണ്ട്, അച്ഛൻ ഇങ്ങനെ തരംതിരിച്ച് കാണല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയാനൊക്കെ പറ്റും, പക്ഷെ അതൊന്നും ശരിയാവണ കാര്യമല്ല, മോള് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഇങ്ങനെ ആനന്ദമൂർത്തി സാറിൻ്റെ പേരക്കുട്ടിയുടെ ഭാര്യ ഇതേപോലെ പ്രതിമ ഉണ്ടാക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മോശമായിട്ടുള്ള കാര്യമാണ്, മോള് പൊക്കോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട് എന്തിനാ അച്ഛൻ എപ്പം നോക്കിയാലും എന്നോട് പൊക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നാൽ ശരി ഞാൻ പോവാണ്, പക്ഷെ ഞാൻ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല, ഞാൻ വരുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് നയന പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അതോടുകൂടിയിട്ട് മറ്റൊരു പുതിയൊരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ നയന അവിടെ നിന്ന് പോകുമോ അല്ലെങ്കിൽ പ്രതിമ ഉണ്ടാക്കാനായിട്ട് അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കുമോ, ആ ഓർഡർ അവർക്ക് കിട്ടുമോ എന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഓരോ ലൈക്ക് തന്നിട്ട് പോകാനായിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ പത്തരമായിട്ടുള്ള എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.